ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് 3 ഈസി ബോട്ടിൽ ആർട്ട് ഐഡിയാസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതിനുവേണ്ടി ബോട്ടിൽ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. എനിക്ക് ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി ഇങ്ങനെ ഡിസൈൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബോട്ടിൽ ഫുള്ള് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിവിടെ പല പല ലെങ്ത്തിലും ഹൈറ്റിലും ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളർ സ്പ്രേ പെയിൻ്റാണ് അടിക്കുന്നത്. ഇനി പ്രഷ്യൻ ബ്ലൂ കളറിലുള്ള പെയിൻറ്റ് ജസ്റ്റ് ആ ഹൈലൈറ്റഡ് ഏരിയാസിൽ മാത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ ബോട്ടിലിന് എൻഡിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി സ്പ്രേ പെയിൻറ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ ചോക്ക് പെയിൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ചോക്ക് പെയിൻറ്റ് 2 കോട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോട്ട് കഴിയുമ്പോൾ ഇത്രയും ഫിനിഷിങ്ങേ ഉള്ളൂ, പക്ഷേ സെക്കൻഡ് കോട്ട് കഴിയുമ്പോഴത്തേനും ഇത്രയും നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ചുള്ള പാർട്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ബോട്ടിലിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ബോട്ടിൽ ആർട്ട് ഐഡിയയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്റ്റിക്കേഴ്സാണ്. അപ്പം ഈ ഫാമിലി എന്നുള്ള ഒരു വേർഡിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു റെഡ് സാറ്റിൻ റിബൺ എടുത്തിട്ട് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ 3D ലൈനർ ഉപയോഗിച്ച് ഒരു ഹാർട്ടും അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ ഗ്ലാസ് പെയിൻറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ഒരു ഫെയറി ലൈറ്റ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഫൈനലി ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഹാൻഡ് മെയ്ഡ് ഫ്ലവറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് തേർഡ് ബോട്ടിൽ ആർട്ടിലേക്ക് വരാം. അതിന് വേണ്ടി ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തെർമോക്കോൾ ബോൾസ് അതിലേക്ക് നിറയ്ക്കുകയാണ്. ഇതിന് 10 റുപ്പീസൊക്കെ ഉള്ളൂ ഒരു പാക്കറ്റിന്. ഇനി നമുക്ക് ഫെയറി ലൈറ്റ് എടുത്തിട്ട് അതിലേക്ക് ഈ തെർമോക്കോൾ ബോൾസ് പല പല കളറിലുള്ളത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ പീസ് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ അധികം ലെങ്ത്തിൽ വരരുത്, മാക്സിമം ചെറുതായിരിക്കണം, എന്നാലേ അത് കാണാതെ ഇരിക്കുള്ളൂ. ഇനി നമുക്ക് ആ ഫെയറി ലൈറ്റ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈറ്റ് വരുമ്പോൾ ഇത് നല്ല ഭംഗിയിൽ കളർഫുള്ളായിട്ടിരിക്കും. ഇനി ഞാനൊരു കളർഫുൾ പീസ് ഓഫ് ക്ലോത്ത് ഒട്ടിച്ചിട്ടുണ്ട്. മുകളിൽ ഒരു ഹാൻഡ് മെയ്ഡ് ഫ്ലവറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ലൈറ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ 3 ബോട്ടിൽ ആർട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.